സമയം ഉണ്ടായിരുന്നെങ്കിൽ ആ റേഷൻ കടയിലെങ്കിലും ഒന്ന് പറഞ്ഞു വിടായിരുന്നു. ഈ മഹാദേവന്റെ ഒരു കാര്യേ. അമ്മ, അത് ഡിവൈഎസ്പിയാ. ഇന്നലെ വന്ന പോലത്തെ സാധാ പോലീസാരനല്ല. DSP എന്ന് പറഞ്ഞിട്ടൊന്നും എന്നെ പേടിപ്പിക്കണ്ടാ. ഇതിലും വലിയ ഹെഡ് കോൺസ്റ്റബിളന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സാറേ, ഈ കേസ് തെളിയിക്കാൻ വളരെ ഈസി ആയിട്ടൊരു വഴി ഉണ്ടായിരുന്നു. അതെന്താ? നാരായണ, ആ മേശപ്പുറത്തുനിന്ന് ഫയലും കെടുത്തേ. സാറ് നോക്കി. ഇതെന്താടോ സിനിമ വാരിക? ഇതാണ് പലർക്ക് സിനിമ എന്ന് പറഞ്ഞ പുച്ഛമാണ്. ഇതിനകത്ത് കെ മധു സംവിധാനം ചെയ്യുന്ന ഒരു ക്രൈം ഫിലിമിന്റെ ന്യൂസ് ഉണ്ട്. തിരക്കഥ എസ്എൻസാമിയാണേ. അതുകൊണ്ട് പാറക്കുളം കേസ്, സിസ്റ്റർ നിർഭയ കേസ്, ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇവരല്ലേ? CBI ഡയറി കുറിപ്പ് 150 ദിവസം ഓടിയത്. ഇവരോടൊന്ന് ഡിസ്കസ് ചെയ്താ പോലെ. തനിക്ക് ഇനി സിനിമ പ്രാന്ത് പോയിട്ടില്ലടോ. ഞാൻ വരട്ടെ. സാറ് ഇങ്ങനെ ഈ കേസുകളൊക്കെ സിനിമാക്കാരെ തെളിയിക്കാൻ പോയാ പോലീസുകാർ ആവശ്യത്തിന്. എടാ ദാസപ്പ, അവന് പെണ്ണ് വേണ്ട, കള്ള് വേണ്ട, പണം വേണ്ട. CI മഹാദേവൻ. അവനാര്, മഹാബലിയുടെ അനിയനോ അതോ മഹാവിഷ്ണുന്റെ ചേട്ടനോ? എന്താ ഏട്ടാ പ്രശ്നം? എടാ ദാസപ്പ, എന്റെ സ്വാതന്ത്ര്യം പോയി, പ്രസ്റ്റീജ് പോയി, ഇപ്പൊ വരുമാനവും പോയടാ. നിനക്കറിയോ, സർവീസിൽ കയറിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ പണം കൊടുത്ത് ഞാൻ കുടിച്ചിട്ടില്ല. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ചേട്ടൻ പരമവാസാണെന്ന്. നീ പണിയാതെ പറയണ കേക്കടാ. ഇപ്പൊ ഞാൻ എന്റെ പണം കൊടുത്താ കുടിച്ചോണ്ടിരിക്കുന്നത്. ഇതിന്റെ നഷ്ടം നിന്റെ തണ്ട അല്ല, അവന്റെ തണ്ട നോത്തൂടാ. സ്വർഗപ്പൂങ്കാവനം പോലെ കിടന്നിരുന്ന എന്റെ സ്ഥലം കേവലം പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയില്ലടാ അവൻ. ഈ മഹാദേവൻ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ധനികനാണെന്ന് നിനക്കറിയോ? ഇപ്പൊ ഒക്കെ പോയി. അവനെ വീറപ്പനെ കൊണ്ട് റാഞ്ചിക്കും. ജനകം പറ്റില്ലടാ വർഷങ്ങള്. എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? ശ്രീരാമന് ലക്ഷ്മണനെ പോലെ നീ എന്റെ ആത്മാർത്ഥ അനുജനല്ലേ? നീ എന്നെ സഹായിക്കണം. അവന്റെ കാര്യം ഞാൻ ഏറ്റേട്ടാ. അവന്റെ സിനിമ ഭ്രാന്ത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഞാനൊരു മിമിക്രിക്കാരെന്ന് ചേട്ടൻ അറിയാലോ. ആരുടെ ശബ്ദം വേണമെങ്കിൽ ഞാൻ അനുകരിക്കും. അയാളുടെ മുമ്പ് ചെന്ന് മിമിക്രി കാണിച്ച് സസ്പെൻഷൻ വാങ്ങിക്കാനുള്ള പ്ലാനാണോ? അല്ല ചേട്ടാ, അയാൾ പ്രിയദർശന്റെ മോഹൻലാലിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ് നടക്കല്ലേ. അതിന് നിനക്ക് അയാളെ കോടാശ്ശേരി വനത്തിലേക്ക് കയറ്റി വിടാൻ പറ്റുമോ? കോടാശ്ശേരി വനോ? അയ്യോ, അവിടെയല്ലേ 2 ആൾക്കാരെ ഇന്നാളെ ആന ചവിട്ടി പീച്ചിയത്. പീച്ചട്ടടാ, നിനക്ക് അയാളെ അവിടെ എത്തിക്കാൻ പറ്റുമോ? അത്രേ ഉള്ള കാര്യം. അത് വെരി ഈസിയാണ് ചേട്ടാ. നമുക്ക് SD ബുത്തരൊന്ന് പോവാം. ആരെ വിളിക്കാൻ? അത് സസ്പെൻസ്, ഇത് എക്സ്പെൻസ്. ചക്കവർത്തത്. ഇവരുടെ അടുത്തുള്ള സ്കൂളില് മലയാളം പറഞ്ഞാ 10 രൂപ ഫൈനാ. ഹലോ മോളെ, അച്ഛനുണ്ടോ? ഞാൻ സംവിധായകൻ പ്രിയദർശന. അച്ഛനെ വിളിക്ക്. അച്ഛാ, ഡയറക്ടർ പ്രിയദർശൻ വിളിക്കുന്നു. പ്രിയദർശന? ഹലോ, ഞാൻ CI മഹാദേവനെ സംസാരിക്കുന്നേ. ഞാൻ ഡയറക്ടർ പ്രിയന. ഹലോ, പ്രിയൻ എവിടെന്നാ വിളിക്കുന്നേ? ഞാനിവിടെ ബോംബെന്ന്. ബോംബെന്നാ? എന്താ വിശേഷം? എനിക്ക് സാറിനെ കൊണ്ടൊരു സഹായം വേണമായിരുന്നു. എന്നെ കൊണ്ടൊരു സഹായോ? ഡയറക്ടർ പ്രിയദർശന? എന്നെ സാറിനൊന്നും വിളിക്കണ്ട പ്രിയ. ഞാൻ പഴയ മഹാദേവൻ തന്നെയാണ്. എന്താ കാര്യം? ഞാൻ അടുത്ത മലയാള പടത്തിന്റെ ഷൂട്ടിങ്ങിന് വരുന്നത് കോടാശ്ശേരി മലയിലാ. ഷൂട്ടിങ്ങോ? കോടാശ്ശേരി മല എന്റെ സർക്കിൾ പട്ടാണ്. ഞങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റി വേണം. എന്ത് വേണമെങ്കിലും തരാം. തന്നെയുമല്ല, സാറിതിൽ അഭിനയിക്കുകയും വേണം. ഞാൻ അഭിനയിക്കണോ? ഞാനും പ്രിയനൊക്കെ പണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടേ. ഞാൻ നാളത്തെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. എന്റെ കൂടെ മിസ്റ്റർ മോഹൻലാൽ ഉണ്ട്. ഞാൻ വിളിക്കാം. ലാലേ, ദാ മഹാദേവൻ സാർ വിളിക്കുന്നു. എന്താ സാറേ? ഞാൻ മോഹൻലാലാ. സുഖം തന്നെ അല്ലേ? ലാൽ ധൈര്യമായിട്ട് വന്നോ? ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ ഏറ്റി. ഞാൻ പ്രിയന് കൊടുക്കാം. നാളെ ഞങ്ങളെത്തും. മറ്റന്നാളാ ഷൂട്ടിങ്. സാർ അവിടെ വന്നാൽ നമുക്കൊന്ന് കൂടാം. എങ്കിൽ നാളെ വരുമ്പോ പോലീസ് സ്റ്റേഷൻ വരാം. വേണ്ട, നാളെ സാർ ഒറ്റയ്ക്ക് വന്നാൽ മതി. പോലീസ് ഫോഴ്സ് മറ്റന്നാൾ മതി. അല്ല, പ്രിയനൊന്നും വിചാരിക്കരുതേ. എന്റെ റോൾ എന്താണെന്ന് അറിഞ്ഞാ അത് വേഷം എന്താണെന്നോ? അത് ആദിവാസികളുടെ കഥയാ. മോഹൻലാലും സാറും ഒക്കെ ആദിവാസികളാ. ഞാൻ ലാലിന്റെ കൂടെ. അതെ സാർ. അപ്പൊ നാളെ ഞാൻ അവിടെ എത്തിയിരിക്കും. ഓക്കെ പ്രിയ, ഓക്കെ. ഇടി ആദിവാസികളുടെ കഥയാ. 8 ഹിന്ദി പടമാ പ്രിയം ചെയ്യാൻ പോകുന്ന. പ്രിയദർശൻ നല്ല ഡയറക്ടറാ. ശരിക്കും നാഷണൽ അവാർഡ് കിട്ടേണ്ട ആളാ. അതെന്താ? നിങ്ങൾക്ക് പറ്റിയ വേഷമാ തന്നിരിക്കുന്നത്. ആദിവാസി. ഷൂട്ടിംഗ് നാളെയല്ലേ? സാറെന്തിനാ ഇന്ന് പോകും? ഞങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. പഴയ ടീമല്ലേ. നേരത്തെ വരണമെന്ന് പ്രിയൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതെ അതെ, നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമല്ലോ. അല്ല, നടന്മാരെയൊക്കെ നേരത്തെ വിളിക്കുമല്ലോ എന്ന് പറയായിരുന്നു. ഗായകന്മാരുടെ വല്ല വേക്കൻസി ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. നോക്കട്ടെ. നീ പോയിക്കോ, ഞാൻ വിളിക്കാം. നാളെ രാവിലെ പോലീസുകാരുമായി മേലോട്ട് വന്നാൽ മതി.
ആ സാറേ ഒരു മിനിറ്റ്. അവസാനമായിട്ട് ഞാൻ സാറിന് ഒന്നുകൂടി കണ്ടോട്ടെ. അല്ല സിനിമയിലൊക്കെ കയറി കഴിഞ്ഞാ പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലേ. സന്ധ്യയായെന്ന് തോന്നുന്നു. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. നിങ്ങൾ എത്ര പെട്ടെന്ന് പ്രതിയെ പിടിക്കുമെന്ന് കരുതി. താങ്ക് യു സാർ. ഇവൻ കോടാശ്ശേരി മലയിലുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഒന്നും പറയണ്ട സാർ. ഇവനെ പിടിക്കാനല്ല സാർ എനിക്ക് ബുദ്ധിമുട്ട് വന്നത്. മറ്റവനുമായി ഞാൻ 1 മണിക്കൂറോളം മൽപ്പിടുത്തം നടത്തി. തലനാരിഴക്കാണ് അവൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവനെ ഞാൻ പിടിച്ചനെ. ഒരു വശത്ത് ആനയുടെ ശബ്ദം, മറുവശത്ത് കുറുക്കന്റെ ശബ്ദം. പക്ഷെ വെടിയവനിട്ട് കൊണ്ടു. സോറി സാർ, പെർമിഷൻ വാങ്ങാതെ ഞാൻ ഫയർ ചെയ്തത്. സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ. ഒറ്റയാന്റെ പീച്ചയിൽ ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ചേട്ടനല്ലേ പറഞ്ഞ മലയിലേക്ക് കയറ്റി വിട്ട പിന്നെ തിരിച്ചു വരും എന്നാണ് എന്നോടും പറഞ്ഞത്. ആര്? നീയല്ലേ എന്നോട് പറഞ്ഞു ആ വഴി ആര് പോയാലും ആന കുത്തിക്കൊല്ലുമെന്ന്. എന്നാലും ഒരു എരുമ പോലും ഇയാളെ കണ്ടില്ലല്ലോ. ഞാനേം ഇയാള് ഫ്രണ്ട്സ് ആയി കാണൂ. എന്നിട്ട് ആ വെടികൊണ്ട് വീണവൻ എവിടെ പോയി? അവൻ ഈ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കാണും. കംപ്ലീറ്റ് ആശുപത്രി ഞാൻ അരിച്ച് പെറുക്കും. റിയലി? നിങ്ങൾ ഇത്രയ്ക്ക് ധീരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിവേ, എന്നെ ഇങ്ങനെ പുകഴ്ത്തരുത് സാർ. Keep it ഞാൻ up. പാവം ധീരന്. ഞാൻ വരട്ടോ. ദാസപ്പ വണ്ടിയുടെ ലക്ഷ്മി നഴ്സിംഗ് ഹോമിലേക്ക് പോട്ടെ. ആദ്യത്തെ സെർച്ച് അവിടെ തന്നെ. ആ സാറിന്റെ വൈഫിന്റെ നഴ്സിംഗ്. ഞാൻ കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസറാണ്. എനിക്ക് പക്ഷപാതമില്ല. Proceed. പോരെ. രാവിലെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ എന്റെ പുന്നാര മോന്റെ മുഖം കാണാൻ ഇടവരുതേ. അവൻ ഇവിടെ ഒന്നുമില്ല, പുറത്തേക്ക് പോയി. ഓ, നിനക്ക് എന്നെ മുറിയിലിട്ട് ഞാൻ പോട്ടായിരുന്നില്ലേ? കണ്ടോ അവൻ പുറത്തേക്ക് പോകുന്നത്. നീ ഒന്നും കാണില്ല. എന്റെ ഡെഡ് ബോഡി കാണുമ്പോഴേ നിനക്ക് തൃപ്തിയാവും. മനുഷ്യരായ എന്നെങ്കിലും മരിക്കും. ഇന്ന് നീ, നാളെ ഞാൻ. അതൊന്ന് തിരിച്ചിട്ടൂടെ? ഇന്ന് നിങ്ങള്, നാളെ ഞാൻ. ഓ, എന്തൊരു വേദാന്തം, വേതാള തള്ള. മോനെ ഫൽഗുണ. പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ പുറകിന്ന് വിളിക്കരുതെന്ന്. എടാ, നിന്റെ മോൻ ഫൽഗുണം പാലിന് പോയിട്ട് കണ്ടില്ല, അതാ വിളിച്ചത്. ഞാൻ അവനെ കാണരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ നിൽക്കുക. നിങ്ങൾ എന്തിന് പാല് കുടിക്കുന്നു? ദിവ്യ ഉണ്ണിയാവാനോ? ദൈവമേ. അനിയ, എന്റെ മോനെ എവിടെ കാണും? കണ്ടോ? വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ കണ്ടോളാം. ഓ ശരി. ഓ, അങ്ങോട്ട് പോകാനും വയ്യല്ലോ. എന്താ ചെയ്യ? ഇനി ആ നശിപ്പിന്റെ മുഖം കാണണ്ടല്ലോ. സോറി സോറി. അച്ഛാ, ഇരുത്താൻ കല്ല് കൈകൊണ്ട് തുടങ്ങി. പോയി പോയി പോയി. മോക്ക് പഠിച്ച് പഠിച്ച് ആരാകാനാണ് ഇഷ്ടം? അച്ഛനെ പോലെ വലിയൊരു CI ആവണോ, അമ്മയെ പോലെ വലിയൊരു ഡോക്ടർ ആവണോ? എനിക്ക് നാരായണനെ പോലെ ഒരു ഡ്രൈവറായാ മതി. അതെന്താ? പിന്നെ പണിയൊന്നും ചെയ്യണ്ടല്ലോ, ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നാ പോരെ. ദാസേ, സാർ, നല്ലൊരു പാട്ടുകാരനെ വേണമല്ലോ. താനൊരു മിമിക്രിക്കാരനല്ലേ? തന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്റെ പരിചയത്തിൽ തരക്കേടില്ലാതെ പാടാൻ പറ്റിയ ഒരാളുണ്ട്. ആരാത്? യേശുദാസ്. പാട്ടുകാരൻ എന്തിനാണ് സാറ്? വിറകേറിക്കാൻ. ആ, വിറകിടാൻ പറ്റിയ ഒരാളുണ്ട് സാർ. നിർത്തണം. നിർത്തി നിർത്തി. ഒരു സിനിമ മ്യൂസിക് ഡയറക്ടർ വന്നിട്ടുണ്ട്. അയാൾക്കൊരു പാട്ടുകാരനെ വേണം. സിനിമ മ്യൂസിക് ഡയറക്ടറോ? ഒന്നും വിചാരിക്കരുത്, ഞാൻ ഒരുപാട് പടികൾ കയറി ഇറങ്ങിയാണ് സാർ. താനാടാ പിച്ചക്കാരൻ? അതെ സാർ. അല്ല സാർ, ഞാൻ കുറച്ച് ക്ലാസിക്കലായി പഠിച്ചിട്ടുണ്ട്. ഒരു പാട്ട് പാടി കേൾപ്പിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയാൽ ഞാനൊന്ന് രക്ഷപ്പെട്ടേനെ. എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കും. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് അവിടെ കൊണ്ടുപോകണം സാർ. സാർ, ഇതിനകത്ത് ബുള്ളറ്റ് ഇല്ല. മിണ്ടാതിരിടും. ബുള്ളറ്റ് ഉണ്ടെങ്കിൽ അടുത്തേക്ക് ചെല്ലുവോ? എനിക്കറിഞ്ഞൂടെ ബുള്ളറ്റ് ഇല്ലെന്ന്. ഓ, ബുള്ളറ്റ് ഉണ്ടെങ്കിൽ നെഞ്ചു പിരിച്ച് അടുത്തേക്ക് ചെല്ലും. എന്റെ തോക്കല്ലേ? മിണ്ടാതിരി. വെൽ ഡൺ മഹാദേവൻ, വെൽ ഡൺ. താങ്ക് യു സാർ. ഉണ്ട്. ഇത്രയും ധീരനായ ഒരു പോലീസ് ഓഫീസറെ എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് യു. കൺഗ്രാചുലേഷൻസ്. എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ സാർ. ഞാൻ എന്റെ ഡ്യൂട്ടിയല്ലേ ചെയ്തുള്ളൂ. എന്തായാലും ഇത് അത്ഭുതമായിരിക്കുന്നു. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് അഭിമാനമാണ്. ഐ വിൽ ഷുവർലി റെക്കമെൻഡ് യു ഫോർ പ്രൊമോഷൻ. സാർ 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 എന്റെ പ്രൊമോഷന്റെ കാര്യം കൂടി. സാർ എന്റെ പ്രൊമോഷന്റെ കാര്യം കൂടി. സാർ എന്റെ പ്രൊമോഷനും പോയി. പൗഡർ കേട്ട് പ്രിയദർശനെ കാണാൻ പോവാ. ഇപ്പൊ 504 കയറും. അപ്പ കാണാൻ കളി ഒട്ടിക്കാതെ മാറിയില്ലേ? 504. എന്താണോ? ചേച്ചിയുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഡയറക്ടർ പ്രിയദർശന്റെ മുറിയാന്ന് കരുതി.
സോറി സാർ. ഏത് റൂമാണെന്നാ പറഞ്ഞേ? 504 പറഞ്ഞു. 504 എന്റെ മുറിയാണല്ലോ. റൂം തെറ്റിയതായിരിക്കും. അതെ സാർ. ആ ഇനി ഇയാളാണോ അവളെ സപ്ലൈ ചെയ്തത്? അതെ വരുന്നു.